ഹായ് ഫ്രണ്ട്സ്, ധനുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഓവൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ പുതിയൊരു ഓവൻ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് സാൻഫോർഡ് കമ്പനിയുടെ 25 ലിറ്റർ 2-in-1 മൈക്രോവേവ് ആൻഡ് ഗ്രിൽ ഓവനാണ്. ഇതിൽ നമ്മൾക്ക് മൈക്രോവേവിൻ്റെ എല്ലാ ഫങ്ഷനും കൂടാതെ ഗ്രില്ലിങ്ങും ബേക്കിങ്ങും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കാം. സാൻഫോർഡിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. താഴെയുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്തുള്ളതൊക്കെ പുറത്തേക്ക് മാറ്റാം. ഇത് ഗ്രില്ലിൻ്റെ സ്റ്റാൻഡാണ്. ഇത് ഗ്ലാസ് പ്ലേറ്റും റോളും ആണ്. ഇതിനകത്തുള്ള സ്റ്റിക്കറൊക്കെ പറിച്ചു കളയാം. ഡീറ്റെയിൽസ് ഒക്കെ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. മൈക്രോവേവ് ഗ്രിൽ ഓവൻ ഉപയോഗിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഓയിൽ കണ്ടന്റ് കുറച്ച് വെജിറ്റബിൾസും ഇറച്ചിയും മീനും ഒക്കെ വളരെ സ്വാദിഷ്ടമായ പോഷകഗുണങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 2 വർഷം വാറണ്ടി ഉണ്ട്. 25 ലിറ്ററാണ് കപ്പാസിറ്റി. 2-in-1 മൈക്രോവേവ് ഗ്രിൽ ഫംഗ്ഷനാണ്. 8 കുക്കിംഗ് ഫംഗ്ഷനും 6 മൈക്രോവേവ് പവർ ലെവലും സെലക്ട് ചെയ്യാൻ പറ്റും. 100 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ മൈക്രോവേവ് പവർ 1400 വാൾട്ടും ഗ്രില്ലിൻ്റെ പവർ വരുന്നത് 1000 വാൾട്ടും ആണ്. ഫ്രീക്വൻസി പറയുന്നത് 2450 മെഗാഹെർട്സ് ആണ്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം റോള് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെക്കാം. മൈക്രോവേവ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ മെറ്റൽ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഗ്രില്ലിലാണെങ്കിൽ മെറ്റലൊക്കെ ഉപയോഗിക്കാം, പക്ഷേ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. മൈക്രോവേവ് ഫംഗ്ഷനിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് പവർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മൈക്രോവേവിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് D1 വെച്ചാൽ മീറ്റും മട്ടനൊക്കെ കുക്ക് ചെയ്യാം. അതുപോലെ D2 എഗ്ഗ് ചിക്കനൊക്കെ, D3 ആണെങ്കിൽ സീ ഫുഡും. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അടുത്ത കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറയാം. ബേക്കിംഗ് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.